ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അതായത് 6th സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ആദ്യകാല രാഷ്ട്രങ്ങൾ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അതിന്റെ ബാക്കി ഭാഗമാണെന്ന് നോക്കുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. ഇതുവരെയുള്ളത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട് കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കട്ടോ. കൂടാതെ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണേ. നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ ഇന്ത്യ, ഇറാൻ, ഇറ്റലി, ഗ്രീക്ക് തുടങ്ങിയ രാജ്യങ്ങളുടെ ചരിത്രവും അതുപോലെ അവരുടെ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഭാഗത്ത് റോമിന്റെ സാംസ്കാരിക സംഭാവനകൾ എന്ന ഭാഗമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് റോമിന്റെ സാംസ്കാരിക സംഭാവനകൾ എന്ന് നോക്കാം. ഭാഷ, സാഹിത്യം, കല, നഗരാസൂത്രണം തുടങ്ങിയ മേഖലകളിലെല്ലാം റോമിന്റെ സംഭാവനകൾ നിലനിൽക്കുന്നുണ്ട്. ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെട്ട കമാനാകൃതിയിലുള്ള കനാലുകളായ അക്വിഡക്റ്റുകളും വിശാലമായതും തുറന്ന വേദിയുമായ കൊളോസിയവും റോമൻ സാമ്രാജ്യത്തിന്റെ സംഭാവനകളിൽ പെടുന്നതാണ് കേട്ടോ. ഇതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അക്വിഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലവിതരണത്തിനായിട്ട് നിർമ്മിക്കപ്പെട്ട കനാലുകളാണ്. കൊളോസിയം എന്ന് പറഞ്ഞാൽ തുറന്ന വേദിയാണ് കേട്ടോ. ഇവയെല്ലാം നമ്മുടെ റോമൻ സാമ്രാജ്യത്തിന്റെ സംഭാവനകളിൽ പെടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് റോമിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് എന്താണ്? രാഷ്ട്ര രൂപീകരണം ഇന്ത്യയിൽ നിന്നുള്ളതാണ് അടുത്ത ഹെഡിങ്. സാംസ്കാരിക വിനിമയ പരിപാടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് വിവാൻ ആയിരുന്നു. വിവാന്റെ വിവരണം ശ്രദ്ധിക്കാം. ഞാൻ വിവാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സിന്ധു നദിയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ നിലനിന്നിരുന്ന ഹാരപ്പൻ സംസ്കാരങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലേ ഹരപ്പൻ സംസ്കാരം. ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഏകദേശം 1500 BCE ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള സപ്ത സിന്ധു പ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ചു. അപ്പൊ നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഏകദേശം 1500 BCE ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള സപ്ത സിന്ധു പ്രദേശങ്ങളിൽ അധിവാസം ഉറപ്പിച്ചു കേട്ടോ. അപ്പൊ സപ്ത സിന്ധു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സിന്ധു നദിയും അതിന്റെ പോഷക നദികളും കൂടിയിട്ടാണ് സപ്ത സിന്ധു എന്ന് പറയാം. അപ്പൊ ആ പ്രദേശങ്ങളിലാണ് അവര് താമസാക്കിയത്. അക്കാലത്ത് രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ് ഇവരെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. വേദങ്ങൾ രചിക്കപ്പെട്ട ഈ കാലഘട്ടം വേദകാലം എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ആര്യന്മാർ സപ്തസിന്ധു പ്രദേശങ്ങളിൽ നിന്ന് ഗംഗയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ എത്തിച്ചേർന്നു. ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും കൃഷിയുടെ വ്യാപനത്തിനും ഉൽപാദന വർധനവിനും കാരണമായി. അപ്പോ ആര്യന്മാര് സപ്തസിന്ധു പ്രദേശങ്ങളിൽ അധിവാസം ഉറപ്പിച്ചതിന്റെ തെളിവായിട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? അക്കാലത്ത് രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ് ഇവരെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പൊ വേദങ്ങൾ രചിക്കപ്പെട്ട ഈ കാലഘട്ടം ഏതാണ്? വേദകാലം എന്നറിയപ്പെടുന്നു. പിന്നീട് എന്താണ്? ആര്യന്മാർ സപ്തസിന്ധു പ്രദേശങ്ങളിൽ നിന്ന് ഗംഗയുടെയും പോഷക നദികളുടെയും തീരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും കൃഷിയുടെ വ്യാപനത്തിനും ഉൽപാദന വർധനവിനും കാരണമായി. മിച്ചോൽപാദനം കച്ചവട കേന്ദ്രങ്ങളുടെ വികാസത്തിനു വഴിതെളിച്ചു. ഈ കച്ചവട കേന്ദ്രങ്ങളാണ് പിന്നീട് നഗരങ്ങളായി മാറിയത്. ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ജനപദങ്ങൾ രൂപപ്പെട്ടു. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും കൃഷിയുടെ വ്യാപനത്തിനും ഉൽപാദന വർധനവിനും കാരണമായി. മിച്ചോൽപാദനം കച്ചവട കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. ഈ കച്ചവട കേന്ദ്രങ്ങളാണ് പിന്നീട് നഗരങ്ങളായി മാറിയത്. ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ജനപദങ്ങൾ രൂപപ്പെട്ടു. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞതിന്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫില്ല് ചെയ്യാനായിട്ട്. ഇരുമ്പിന്റെ കണ്ടുപിടുത്ത ഉപയോഗം എന്താണ്? കൃഷിയുടെയും ഉൽപാദന വർധനവിനും ഒക്കെ കാരണമായി. ഈ ഉൽപാദന വർധനവ് എന്താണ്? മിച്ചോൽപാദന വർധനവിന് കാരണമായി. പിന്നെന്താണ്? മിച്ചോൽപാദനം വർദ്ധിച്ചതോടെ കച്ചവട കേന്ദ്രങ്ങൾ വന്നു. കച്ചവട കേന്ദ്രങ്ങൾ പിന്നീട് നഗരങ്ങളായി മാറി. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് പിന്നെ ജനപദങ്ങൾ രൂപപ്പെട്ടത്. അടുത്ത ഹെഡിങ് ആണ് ജനപദങ്ങളിൽ നിന്ന് മഹാജനപദങ്ങളിലേക്ക്. പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജനപദങ്ങൾ രൂപപ്പെട്ടതെന്ന് നമ്മൾ കണ്ടില്ലേ. ഇപ്പൊ ഫലഭൂഷ്ടമായ നദീതടങ്ങളും സമൃദ്ധമായ വനമേഖലകളും ചില ജനപദങ്ങളെ കൂടുതൽ ശക്തമാക്കി. സമീപ പ്രദേശത്തുള്ള ജനപദങ്ങളെ കീഴടക്കിയ പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായി പരിണമിച്ചു. മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്?
പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത് കേട്ടോ. എന്താണ് ജനപദങ്ങൾ എന്ന് നോക്കട്ടോ. ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. എന്താണ് ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത്. എന്താണ് ജനപദം എന്ന് പറഞ്ഞാല് ജനം അധിവസിച്ച സ്ഥലമാണ്. അപ്പൊ ഇങ്ങോട്ട് വരാം. ജനപദങ്ങളിൽ നിന്ന് മഹാജനപദങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത്. അതായത് ജനങ്ങൾ അധിവസിച്ച സ്ഥലങ്ങൾ രൂപപ്പെട്ടത് കേട്ടോ. അപ്പൊ ഫലഭൂയിഷ്ടമായിട്ടുള്ള നദീതടങ്ങളും സമൃദ്ധമായ വനമേഖലയും ഒക്കെ ചില ജനപദങ്ങളെ കൂടുതൽ ശക്തമാക്കി. എന്താണ് അവിടെയൊക്കെ കൃഷി കൂടുതലായിരിക്കും അല്ലെ, അതുകൊണ്ട് തന്നെ ചില ജനപദങ്ങൾ കൂടുതൽ ശക്തമാക്കി. സമീപ പ്രദേശത്തുള്ള ജനപദങ്ങളെ കീഴടക്കിയ പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായി പരിണമിച്ചു. എന്താ പറഞ്ഞിട്ടുള്ളത്? സമീപ പ്രദേശത്തുള്ള ജനപദങ്ങളെ കീഴടക്കിങ്ങാന് പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായി പരിണമിച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാം, നാട്ടുരാജ്യങ്ങൾ മറ്റു നാട്ടുരാജ്യങ്ങളെ കീഴടക്കാറില്ലേ, അതുപോലെ എന്താണ് പ്രബലമായിട്ടുള്ള ജനപദങ്ങൾ എന്താണ് അടുത്തുള്ള മറ്റു ജനപദങ്ങളെ കീഴടക്കി എന്താണ് മഹാജനപദങ്ങളായിട്ട് പരിണമിച്ചു. അപ്പൊ മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്യേ. അപ്പോ രണ്ടാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നത് മഹാജനപദങ്ങളുടെ കാലാട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? മഗധ പ്രബല ശക്തിയാകുന്നു. അതിനു മുമ്പായിട്ട് 16 മഹാജനപദങ്ങൾ ഏതൊക്കെയാന്ന് നോക്കട്ടോ. കമ്പോജം, ഗാന്ധാരം, മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സ, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യ എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യട്ടോ. പിന്നെ ഇത്ര എണ്ണാണ് 16 ജനപദങ്ങളാണ് കേട്ടോ. 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏകദേശം എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെയാണ് ഇനി നമുക്ക് വിശദീകരിച്ച് പഠിക്കാനുള്ളത്. മഗധ പ്രബല ശക്തിയാകുന്നു. മഗധ ഇത് ഒരു മഹാജനപദത്തിൽ പെട്ടതാണ്. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ് കേട്ടോ. ഏതാണ് നൂറ്റാണ്ട്? BCE 6-ാം നൂറ്റാണ്ടാട്ടോ. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായിട്ട് മാറിയത് മഗധയാണ്. ഇനി ഇവിടെ പുരാതന ഇന്ത്യയുടെ മാപ്പാട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൽ മഗധ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് സംസ്ഥാനം പറയാം? ഇന്നത്തെ ബീഹാറിലും അതുപോലെ ജാർഖണ്ഡിന്റെ ചില ഭാഗങ്ങളിലായിട്ടാണ് മഗധ സ്ഥിതി ചെയ്തിരുന്നത്. എവിടെയാണ്? ഇന്നത്തെ ബീഹാറിലും ജാർഖണ്ഡിന്റെ ചില ഭാഗങ്ങളിലും അല്ലെ. ഇനി ഇവിടെ പ്രബലമായ ഒരു മഹാജനപദമാകുന്നതിന് മഗധയെ സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാമായിരുന്നു എന്ന് നോക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും ഉണ്ടായിരുന്നു കേട്ടോ. ശക്തരായ ഭരണാധികാരികളായിരുന്നു, അതുപോലെ ശക്തമായ സൈന്യം ഉണ്ടായിരുന്നു. അതുപോലെ ഇരുമ്പയിരിന്റെ സാന്നിധ്യം, ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും കേട്ടോ. അപ്പൊ നമുക്കറിയാം ബീഹാർ ജാർഖണ്ഡിലൊക്കെ എന്താണ് അത്യാവശ്യം ധാതു വിഭവമുള്ള സംസ്ഥാനങ്ങളാണ് അല്ലെ. അപ്പൊ ഇരുമ്പയിരിന്റെ സാന്നിധ്യം കൂടുതലായതുകൊണ്ട് തന്നെ ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും കൂടുതലായിരുന്നു മഗധയിൽ. അതുപോലെ ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത അല്ലെ. അപ്പൊ കൃഷിക്കൊക്കെ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. പിന്നെന്താണ്? കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി ട്ടോ. കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി. ഇത്രയാണ് മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ഘടകങ്ങൾ. തുടക്കത്തിൽ രാജഗൃഹയും ബീഹാറിലെ രാജ്ഗീർ ആട്ടോ. ഇപ്പോഴുള്ള ബീഹാറിലെ രാജ്ഗീർ. പിന്നീട് പാടലിപുത്രം പാറ്റ്നയിലായിരുന്നു. ഇതൊക്കെയായിരുന്നു മഗധയുടെ തലസ്ഥാനങ്ങൾ കേട്ടോ. അപ്പൊ തുടക്കത്തിൽ ഏതായിരുന്നു? രാജഗൃഹയും പിന്നീട് പാടലിപുത്രവും ആയിരുന്നു മഗധയുടെ തലസ്ഥാനങ്ങൾ. തുടക്കത്തിൽ രാജഗ്രഹ ഏതാണ്? ബീഹാറിലെ രാജഗീർ ആണ്. പാടലിപുത്രം പാറ്റ്നയിലാണ് കേട്ടോ. പിന്നീട് പാടലിപുത്രവും ആയിരുന്നു മഗധയുടെ തലസ്ഥാനങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത ഹെഡിംഗ് ആണ് മൗര്യ രാജ്യം. BCE 321 മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് മൗര്യ രാജ്യം സ്ഥാപിച്ചത്. അപ്പൊ BCE 321 മഗധയിലെ ഭരണാധികാരിയായിരുന്നത് ധനനന്ദനാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. അപ്പൊ ഏതാണ് നൂറ്റാണ്ട്?
BCE 321 കേട്ടോ. BCE 321 അവിടെ ഭരിച്ചിട്ടുണ്ട്. ധനനന്ദൻ എന്ന് പറഞ്ഞ ഭരണാധികാരിയെ ചന്ദ്രഗുപ്ത മൗര്യന് പരാജയപ്പെടുത്തി മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് മൗര്യ രാജ്യം സ്ഥാപിച്ചു കേട്ടോ. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് മൗര്യ രാജ്യം സ്ഥാപിച്ചു. അപ്പൊ മൗര്യ രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ് കേട്ടോ. അപ്പൊ മഗധയിലെ പ്രധാന ഭരണാധികാരികൾ എന്ന് നോക്കാം. ബിംബിസാരൻ, അജാതശത്രു, അതുപോലെ പത്മനന്ദൻ, അതുപോലെ ധനനന്ദൻ കേട്ടോ. ഏതാ? ബിംബിസാരൻ, അജാതശത്രു, അതുപോലെ ധനനന്ദൻ. മഗധയെ വിശാലമായ മൗര്യ രാജ്യമാക്കി മാറ്റാനും മികച്ചൊരു ഭരണ സംവിധാനം രൂപപ്പെടുത്താനും ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ അഥവാ ചാണക്യനാണ് കേട്ടോ. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്നു ആരെ? ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ. മൗര്യ രാജ്യത്തിലെ മികച്ച ഭരണാധികാരിയായിരുന്ന അശോകൻ കാശ്മീരും കലിംഗവും, അതായത് ഇന്നത്തെ ഒഡീഷയുടെ കടലോര പ്രദേശമാണ് കേട്ടോ. കലിംഗ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒഡീഷയുടെ കടലോര പ്രദേശമാണ്. അപ്പൊ കാശ്മീരും കലിംഗവും കീഴടക്കി. ആരാണ്? നമ്മുടെ മൗര്യ രാജ്യത്തിലെ മികച്ച ഭരണാധികാരിയായിരുന്ന അശോകൻ കേട്ടോ. കാശ്മീരും കലിംഗവും കീഴടക്കി രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ഈ ഒരു ഭൂപടത്തിൽ നിന്നും മൗര്യ രാജ്യത്തിന്റെ വിസ്തൃതി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആരെ കാലത്താണ് മൗര്യ രാജ്യത്തിന്റെ വിസ്തൃതി പിന്നെയും വർദ്ധിച്ചത്? അശോകന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. കാശ്മീരും കലിംഗവും അതായത് ഇന്നത്തെ ഒഡീഷയുടെ കടലോര പ്രദേശമൊക്കെ കീഴടക്കി നമ്മുടെ മൗര്യ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ഈ ഒരു മാപ്പ് നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അന്നത്തെ ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശവും മൗര്യ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് കാണാം അല്ലെ. കൗടില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് കൊടുത്തിട്ടുണ്ടേ. മൗര്യ രാജ്യത്തെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ്. രാജാവ് ഭരണം നടത്തേണ്ടതും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതും എങ്ങനെയാണെന്ന് ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. രാജ്യത്തെ അക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട വിധം, നികുതി ഈടാക്കൽ എന്നിവയെ കുറിച്ച് വിശദമായ വിവരണങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണിത്. അപ്പൊ കൗടില്യന്റെ അർത്ഥശാസ്ത്രം കേട്ടോ. അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? കൗടില്യനാണ്. അപ്പൊ മൗര്യ രാജ്യത്തെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ് കേട്ടോ. അപ്പൊ രാജാവ് ഭരണം നടത്തേണ്ടതും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതും എങ്ങനെയാണ് എന്ന് ഈ ഒരു കൃതിയിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ രാജ്യത്തെ അക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട വിധം, അതുപോലെ നികുതി ഈടാക്കൽ എന്നിവയെ കുറിച്ചും വിശദമായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കൗടില്യനാണ് അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് പ്രാചീന ഇന്ത്യയിലെ ദർശനങ്ങളാണ്. പ്രാചീന ഇന്ത്യയിലുണ്ടായ ആദ്യകാല രാഷ്ട്ര രൂപീകരണം നമുക്കറിയാം. ഇനി ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ട ചില ദർശനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് ജൈനമതാണ് കേട്ടോ. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമായിരുന്നു ജൈനമതം. BCE 6-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് കേട്ടോ. BCE 6-ാം നൂറ്റാണ്ടിലാണ് മൗര്യരാജ്യം സ്ഥാപിച്ചത് നമ്മൾ പറഞ്ഞു. അപ്പൊ BCE 6-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമായിരുന്നു ജൈനമതം. അതായത് വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. ആരാണ്? വർദ്ധമാന മഹാവീരനാണ് കേട്ടോ. ആരാണ്? ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യാൻ. ജൈനമതം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരനാണ്. അപ്പൊ ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്ന അർത്ഥം വരുന്ന ജിനൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പൊ ജിനൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നത് അതിന്റെ അർത്ഥം എന്താണ്? ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നാണ് കേട്ടോ. വർദ്ധമാന മഹാവീരന്റെ ഒരു പ്രതിമന്റെ ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു എന്ന് പറഞ്ഞില്ലേ. എന്താണ് ഈ തീർത്ഥങ്കരൻ നോക്കാം. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് തീർത്ഥങ്കരർ എന്ന വാക്കിന്റെ അർത്ഥം. എന്താണ്? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ എന്നാണ് തീർത്ഥങ്കരർ എന്ന വാക്കിന്റെ അർത്ഥം. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരരുണ്ടായിരുന്നു കേട്ടോ. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരരുണ്ടായിരുന്നു. എന്താണ് തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞാൽ? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവരെന്നാണ് കേട്ടോ തീർത്ഥങ്കരർ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ 24-ാമത്തെ തീർത്ഥങ്കരരായിരുന്നു? വർദ്ധമാന മഹാവീരനാണ്. ജൈനമതം സ്ഥാപിച്ച വർദ്ധമാന മഹാവീരനാണ് 24-ാമത്തെ തീർത്ഥങ്കരൻ. ഇനി ജൈനമത ആശയങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, അതുപോലെ ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, അത് അഹിംസ എന്നാണ്. അഹിംസ ആണ്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, കളവ് പറയരുത്, മോഷ്ടിക്കരുത്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ത്രിരത്നങ്ങൾ എന്നിവ അനുഷ്ഠിക്കുക. എന്താണ് ത്രിരത്നങ്ങൾ? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി ട്ടോ. ഇത് മൂന്നുമാണ് ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്. എന്നിവ അനുഷ്ഠിക്കുക എന്നാട്ടോ. എന്തൊക്കെയാണ് ജൈനമതാശയങ്ങൾ ഒന്നുകൂടി നോക്കാം. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, അതുപോലെ ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, അതുപോലെ കളവ് പറയരുത്, മോഷ്ടിക്കരുത്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ, അതായത് ത്രിരത്നങ്ങൾ എന്നിവ അനുഷ്ഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ജൈനമത ആശയങ്ങളിൽ പെടുന്നത്.
ഇനി അടുത്തത് ബുദ്ധമതാണ്. പ്രാചീന ഇന്ത്യയെ രൂപം കൊണ്ട മറ്റൊരു പ്രധാന ദർശനമായിരുന്നു ബുദ്ധമതം. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ച് ജ്ഞാനോദയം നേടിയ അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു. അപ്പൊ ബുദ്ധമതാണ് നമുക്ക് പിന്നെ പിന്നെ പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റൊരു പ്രധാന ദർശനം കേട്ടോ. ജൈനമതം പോലെ ഉള്ള മറ്റൊരു പ്രധാന ദർശനമായിരുന്നു ബുദ്ധമതം. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത് കേട്ടോ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? സിദ്ധാർത്ഥൻ എന്നായിരുന്നു. അപ്പൊ ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചിട്ടാണ് കേട്ടോ. ബോധ്ഗയയിൽ വെച്ചിട്ടാണ് ജ്ഞാനോദയം നേടിയത്. അത് ഏതാണ്? ഒരു സംസ്ഥാനം ബീഹാറിലാണ് കേട്ടോ. ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചിട്ടോ. ഗൗതമ ബുദ്ധൻ, പിന്നീട് അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു. ബുദ്ധമത ആശയങ്ങളാണ് എന്തൊക്കെയാണ്? ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഏതൊക്കെയാണ്? ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ബുദ്ധമത ആശയങ്ങളിൽ പെടുന്നത് കേട്ടോ. ഇനി ചാർവാക ദർശനം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു ദർശനമായിരുന്നു ചാർവാക ദർശനം. ഈ ദർശനം ലോകായത എന്നും അറിയപ്പെടുന്നു. അപ്പൊ വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വത്തിനായിരുന്നു ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പൊ ജൈനമതം ബുദ്ധമതം പോലെ തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു ദർശനമായിരുന്നു ചാർവാക ദർശനം കേട്ടോ. ഈ ദർശനം ലോകായത എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ലോകായത എന്നറിയപ്പെട്ട ദർശനമാണ് ചാർവാക ദർശനം കേട്ടോ. ചാർവാക ദർശനം ഇതിൽ എന്താണ് പറയുന്നത്? വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വത്തിനായിരുന്നു ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത്. വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക കേട്ടോ. വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വത്തിനായിരുന്നു ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പൊ ബി സി 6-ാം നൂറ്റാണ്ട് മുതൽ ലോകത്താകമാനം മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നൂതനമായ കാഴ്ചപ്പാടുകൾ രൂപം കൊള്ളാൻ തുടങ്ങിയിരുന്നു. ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ രാഷ്ട്രീയ ദാർശനിക വികാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് ചർച്ച ചെയ്തത് അല്ലേ. അപ്പോൾ രാഷ്ട്ര രൂപീകരണം, ഭരണ സംവിധാനങ്ങൾ, സാംസ്കാരിക മുന്നേറ്റങ്ങൾ തുടങ്ങിയ മേഖലകളിലുണ്ടായ മാറ്റങ്ങളും നമ്മൾ കണ്ടു. രാഷ്ട്രത്തിന്റെയും ഭരണ സംവിധാനത്തിന്റെയും സവിശേഷതകളും പ്രത്യേകതകളും എന്തൊക്കെയാണെന്നാണ് ഇനി അടുത്ത പാഠഭാഗങ്ങളിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഒന്നുകിൽ ഈ ക്ലാസ്സുകൾ കണ്ടു പഠിച്ചിട്ടോ അല്ലെങ്കിൽ ബുക്സ് റെഫർ ചെയ്ത് പഠിച്ചിട്ടോ എങ്ങനെയായാലും ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കും ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.